ശശി തരൂർ പരസ്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചു. കേന്ദ്രത്തിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ അത് അത്രമാത്രം വലിയ സംഭവമല്ല. എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരം വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏത് ഭരണാധികാരി ഭരിച്ചാലും ഇത്തരം വീഴ്ചകൾ ഉണ്ടാവും. അതുകൊണ്ട് വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വീഴ്ചയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല രാജ്യസ്നേഹികളുടെ ചുമതല എന്ന് ശശി തരൂർ പറയുകയാണ്. ശശി തരൂർ പറയുന്നു, എത്രയോ ഭീകരാക്രമണ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരെ നിരന്തരം നടക്കുന്നുണ്ടാവാം. അവയൊക്കെ കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞ് തകർക്കാൻ നമ്മുടെ സൈന്യത്തിനും സുരക്ഷാ സംവിധാനത്തിനും രാജ്യം ഭരിക്കുന്നവർക്കും കഴിയുന്നു. ഇല്ലാതാക്കിയ, തകർത്ത അല്ലെങ്കിൽ ജാഗ്രതയുള്ളതുകൊണ്ട് ഒഴിഞ്ഞുപോയ ഇത്തരം ആക്രമണങ്ങൾ ആരും അറിയുകയില്ല. ഇത്തരം ഒരു സുരക്ഷിത കരവലയും ഇല്ലായിരുന്നെങ്കിൽ രാജ്യം ഇതിനേക്കാൾ ദയനീയമായി ആക്രമിക്കപ്പെടുമായിരുന്നു. എന്നാൽ ചിലപ്പോൾ വീഴ്ചകൾ പറ്റാം. അത് ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നവരുടെ മികവാകാം, അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചയാവാം. അതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ രക്ഷപ്പെട്ട അനേകം സംഭവങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ഒരു വീഴ്ചയിൽ ഇത്രയേറെ ഊന്നൽ കൊടുക്കരുത് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, കേന്ദ്രമെടുക്കുന്ന നടപടികളെ കുറിച്ച് കൃത്യമായ ആത്മവിശ്വാസവും ശശി തരൂർ വ്യക്തമാക്കി. തരൂർ പറഞ്ഞത് 2016-ലും 2019-ലും നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി പാകിസ്ഥാന് പാഠം പഠിപ്പിച്ചതാണ്. ആ ഒരു പരാമർശവും ശ്രദ്ധേയമാണ്. അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടില്ല, അവിടെ ഒരു മരം പോലും കത്തിപ്പോയില്ല, ഒക്കെ നുണയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണാം. പുൽവാമയിലും ഉറിയിലും നടന്ന ആക്രമണങ്ങൾ മോദി ആസൂത്രണം ചെയ്തതാണ്, തെരഞ്ഞെടുപ്പിൽ ആക്കാക്കി ആസൂത്രണം ചെയ്തതാണ്, അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നത് എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ഒളിഞ്ഞിരുന്നുകൊണ്ട് പറയുകയല്ല, അവർ പരസ്യമേ പറയുക. ആ പറയുന്നവർക്കിടയിലാണ് കോൺഗ്രസുകാരനായ ശശി തരൂർ പറയുന്നു, 2016-ലും 2019-ലും നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, ആ സർജിക്കൽ സ്ട്രൈക്ക് അതിനേക്കാൾ ശക്തമായ രീതിയിൽ ആവർത്തിക്കും എന്ന് കൃത്യമായി പറയുകയാണ്. ശശി തരൂരിന് അതിലൊരു സംശയവുമില്ല. ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ 10 മടങ്ങ് കരുത്തിലുള്ള കൃത്യമായ തിരിച്ചടി ഭാരതം കൊടുത്തിരിക്കും. സമയമായില്ല, കാത്തിരിക്കൂ എന്ന് പറയുക. അതായത് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ തരൂർ പറയുന്നു.